അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെ 41 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 42, 43 ആയത്താണ് മനഃപ്പാഠം തജ്വീദ് ലഘൂകരണത്തോടുകൂടി പഠിക്കാൻ പോകുന്നത്. അതേപോലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് നിങ്ങൾ കേൾക്കണം, സ്കിപ്പ് ചെയ്ത് പോവരുത്. അതേപോലെ ഞാൻ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്, അതിൽ കയറാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഗ്രൂപ്പിൽ അംഗമാവുക. നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ ഒരു വോയിസ് നോട്ടായിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരുന്നതാണ്. പ്രിയപ്പെട്ട പഠിതാക്കളെ, നമ്മൾ ഇന്ന് ഖുർആൻ പഠനത്തിൻ്റെ ഒരു നാഴികക്കല്ല് കൂടി പിന്നിട്ടു. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇന്ന് സൂറത്തുൽ ബഖറയുടെ അര ഹിസ്ബ്, അതായത് 1/4 ജുസ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇത്രയും ഭാഗം കൃത്യമായി പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ട പഠിതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും മുന്നോട്ട് നന്നായി പഠിക്കുവാനുള്ള തൗഫീക്ക് പടച്ചവൻ നമ്മൾക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഈ സാഹചര്യത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങളോട് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദിവസം അര പേജ് പഠിക്കാം എന്ന കണക്കിലാണ് നമ്മൾ ആരംഭിച്ചത്. പക്ഷേ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ദിവസം 2 ആയത്തുകളാക്കി ക്ലാസ്സുകൾ തുടർന്നു. ഇങ്ങനെ പോയാൽ തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ ആകുമ്പോഴേക്കും 5 ജുസെങ്കിലും നിങ്ങൾക്ക് മനഃപ്പാഠമാക്കി തരാൻ പറ്റും എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങളെ ഖുർആൻ മനഃപ്പാഠമാക്കുവാൻ സഹായിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അൽഹംദുലില്ലാ, നമ്മുടെ സംരംഭത്തിൻ്റെ വളർച്ചയിൽ പടച്ചവൻ എന്നെയും ഇതിൻ്റെ കൂടെ സഹകരിച്ച നിങ്ങളെയും നല്ല നിലയിൽ സഹായിച്ചിട്ടുണ്ട്. കാരണം വെറും 1.5 മാസം കൊണ്ട് തന്നെ 1100-ലധികം സബ്സ്ക്രൈബേഴ്സും നല്ല രീതിയിൽ വ്യൂസും തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് വേണ്ടത് വെറും വ്യൂസിൻ്റെ എണ്ണമല്ല, മറിച്ച് ഞാൻ ഏറെ സമയമെടുത്ത് തയ്യാറാക്കുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾ സ്ഥിരമായി കണ്ട് പഠിക്കണമെന്നാണ്. അതിനുവേണ്ടി ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റിവെച്ചേ മതിയാവൂ. കാരണം എൻ്റെ ജോലി കഴിഞ്ഞുവന്ന് ദിവസവും 4-5 മണിക്കൂർ വരെ സമയമെടുത്താണ് ഞാൻ ഓരോ ക്ലാസ്സും നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. പക്ഷേ ആത്മാർത്ഥമായി ഈ വീഡിയോ കണ്ട് പഠിക്കുന്നവർ വളരെ ചുരുക്കം പേര് മാത്രമാണ്. വെറും 2 ആയത്തുകൾ പഠിക്കാൻ വേണ്ടി ദിവസത്തിൽ ഒരു 20 മിനിറ്റ് മാറ്റിവെക്കാൻ പോലും പലർക്കും സാധിക്കുന്നില്ല. ഇതിലുള്ള 1100 സബ്സ്ക്രൈബേഴ്സിൽ ഒരു 20% ആളുകളെങ്കിലും ഖുർആൻ ഓരോ ക്ലാസ്സും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി പഠിച്ചിരുന്നെങ്കിൽ, അതിനായി സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ അതായിരുന്നു എൻ്റെ സന്തോഷം. വീഡിയോ പലരും കാണുന്നുണ്ട്, പക്ഷേ മുഴുവനായി കണ്ടു പഠിക്കുന്നവർ വളരെ ചുരുക്കം പേരാണ്. അള്ളാഹു അവർക്ക് ഉത്തമമായ അറിവും ജീവിതത്തിൽ നല്ല ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എനിക്ക് ഒരു നിർബന്ധമുണ്ട്, നിങ്ങൾ ആത്മാർത്ഥമായി ഖുർആൻ പഠിക്കണം, അതിനായി സമയം കണ്ടെത്തണം. അത് ഇനി എത്ര വലിയ തിരക്കായാലും ഒരു അരമണിക്കൂർ മാറ്റിവെച്ചേ മതിയാവും. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾക്കാണ് മനസ്സിലാവുക പഠിക്കാൻ വേണ്ടി ഏത് സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന്. അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഡെയിലി ക്ലാസ്സുകൾ പഠിക്കുക. ദിവസം പഠിക്കും എന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കരാർ ചെയ്യുക. അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് സമയത്തിലും ജീവിതത്തിലും ബർക്കത്ത് നൽകും. ഈ ക്ലാസ്സുകൾ ഇതേ രീതിയിൽ ഇനിയും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം നല്ല പോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു താങ്ങും സഹായവും എനിക്ക് ആവശ്യമുണ്ട്. ഈ ക്ലാസ്സുകൾ ഇരുന്ന് പഠിക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ട് ഇതിൻ്റെ മൂല്യം നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ സദക്കയായി നിങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം എല്ലാ മാസവും നൽകി നമ്മുടെ ഈ സംരംഭത്തെ നിങ്ങൾ വിജയിപ്പിക്കണം. അതിലൂടെ നിങ്ങളും ഈ സംരംഭത്തിൻ്റെ ഒരു പങ്കാളി കൂടി ആവുകയാണ്. ഇനി സാമ്പത്തികമായി സഹായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അവർ ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതും ഒരു സദക്കയാണ്. ഒപ്പം നിങ്ങൾ ഇത് കണ്ടു പഠിക്കുന്നുണ്ടോ എന്ന കാര്യം കമൻറ്റിലൂടെയെങ്കിലും എന്നെ അറിയിക്കുക. എല്ലാവരും അറിയാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കുകയാണ്.
ഈ സാമ്പത്തിക സഹായം നിങ്ങൾക്ക് ഒരു ബാധ്യതയാവും എന്ന് ഓർത്ത് ആരും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ കൃപയാൽ സാമ്പത്തിക ഭദ്രതയുള്ളവർ മാത്രം സഹായിക്കുക. അതേപോലെ ഈ സംരംഭത്തെ സഹായിക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം സഹായിച്ചാൽ മതി. ഇതിൽ യാതൊരുവിധ നിർബന്ധവുമില്ല. എൻ്റെ ഗൂഗിൾ പേ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിലും ആദ്യത്തെ കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായം പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പഠനം നമുക്ക് എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ സമയത്തിലും ജീവിതത്തിലും അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിലി വതഖ്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ ഖാഫ്, ത്വ എന്നീ രണ്ടക്ഷരങ്ങൾ തഫ്ഹീം ചെയ്യണം. അതേപോലെ ബാത്തില്, ബാക്ക് മുകളിൽ ഒരു ചെറിയ അലിഫുണ്ട്, അവിടെ മദ് അസ്ലിയാണ്, 2 ഹർക്കത്ത് മാത്രമേ നീട്ടാവൂ. പിന്നെയുള്ളത് ഇഖ്ഫ ആണ്. സുക്കൂണിലെ നൂനിന് ശേഷം ത എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്. അത് ഇഖ്ഫായിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമാണ്. അതുകൊണ്ട് അവിടെ നൂനിനെ മറച്ച് വെച്ച് മണിപ്പിച്ചുകൊണ്ട് ചേർത്തി ഓതണം. നൂനിനെ വെളിവാക്കാതെ മറച്ച് വെച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. പിന്നെയുള്ളത് മദ് ആരിദ് സുക്കൂനാണ്. എന്താണ് മദ് ആരിദ് സുക്കൂൻ? ഒരു ആയത്തിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ മദ് അസ്ലിയുടെ അക്ഷരങ്ങൾക്ക് ശേഷം വരുന്ന അക്ഷരത്തിന് സുക്കൂൻ നൽകി സ്റ്റോപ്പ് ചെയ്യുന്നതിനെയാണ് മദ് ആരിദ് സുക്കൂൻ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ 4-5 ഹർക്കത്ത് വരെ നീട്ടി ഓതണം. തഅലമൂന എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തഅലമൂൻ. മദ് അസ്ലിയുടെ അക്ഷരമാണ് വ. അതിനുശേഷം വരുന്ന അക്ഷരമാണ് ഫത്ഹുള്ള നൂന്. അപ്പം നമ്മളവിടെ സുക്കൂനുള്ള നൂനാക്കി മാറ്റി 4-5 ഹർക്കത്ത് നീട്ടി ഓതി നിർത്തണം. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. നിങ്ങൾ സത്യം അസത്യവുമായി കൂട്ടിക്കുഴക്കരുത്. അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയും ചെയ്യരുത്. ഇനി ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വലാ തൽബിസു, നിങ്ങൾ കൂട്ടിക്കലർത്തുകയും ചെയ്യരുത്. അൽ ഹക്ക, യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം, ന്യായം, സത്യം എന്നൊക്കെയുണ്ട് അതിൻ്റെ അർത്ഥം. പിന്നെയുള്ളത് ബിൽ ബാത്തില്, അയഥാർത്ഥവുമായി, അന്യായവുമായി, അസത്യവുമായി. വതഖ്തുമു, നിങ്ങൾ മറച്ചു വെക്കുകയും അരുത്, അതായത് മൂടി വെക്കുകയും അരുത്. അൽ ഹക്ക, യഥാർത്ഥത്തെ, ന്യായത്തെ, സത്യത്തെ. വ അൻതും, നിങ്ങളാകട്ടെ തഅലമൂൻ, അറിയുന്നു. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്കിത് ബൈഹാർട്ട് ആക്കി പഠിക്കാം. ബൈഹാർട്ട് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, നോക്കി ഓതുമ്പോൾ വിരൽ ഓരോ അക്ഷരത്തിനടിയിലും വെച്ച് വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ഓതുക. ഓരോ ഭാഗവും 3 തവണയെങ്കിലും ഓതണം. ചിലർക്ക് 3 തവണ മതിയാവും, മറ്റു ചിലർക്ക് അതിൽ കൂടുതൽ തവണ ആവർത്തിക്കേണ്ടി വരും. മനസ്സിൽ പതിയുന്നതുവരെ ഓതുക. ചിലർക്ക് മനസ്സിൽ ഓതിയാലായിരിക്കും വേഗം മനഃപ്പാടമാവുക, മറ്റു ചിലർക്ക് ഉറക്കെ ഓതണം. അവരവരുടെ സൗകര്യം പോലെ ഓതി പഠിക്കുക. നമുക്ക് ഈ ആയത്ത് മനഃപ്പാടമാക്കാൻ നോക്കാം. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിലി, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിലി, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാതിലി. ഇത് മനസ്സിൽ പതിയുന്നത് വരെ ഓതിക്കൊണ്ടിരിക്കണം. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കാണാതെ നോക്കൂ. അപ്പം മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വതഖ്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ വഅഖീമുസ് സ്വലാത്ത. വതഖ്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ വഅഖീമുസ് സ്വലാത്ത.
വതഖതുമുൽ ഹഖ്ക വഅൻതും തഅലമൂൻ വഅഖീമുസ്സലാത്ത. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. മനസ്സിൽ പതിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിൽ പതിയുന്നതുവരെ ഓതിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഈ ആയത്തിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഓതി നോക്കാം. വലാ തൽബിസുൽ ഹഖ്ക ബിൽ ബാതിലി വതഖ്തുമുൽ ഹഖ്ക വഅൻതും തഅലമൂൻ വഅഖീമുസ്സലാത്ത. വലാ തൽബിസുൽ ഹഖ്ക ബിൽ ബാതിലി വതഖ്തുമുൽ ഹഖ്ക വഅൻതും തഅലമൂൻ വഅഖീമുസ്സലാത്ത. വലാ തൽബിസുൽ ഹഖ്ക ബിൽ ബാതിലി വതഖ്തുമുൽ ഹഖ്ക വഅൻതും തഅലമൂൻ വഅഖീമുസ്സലാത്ത. ഇനി ഇതൊന്ന് കാണാതെ പോയി നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. മനസ്സിൽ പതിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇത് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. ഇത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അതുവരെ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുക. വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വർക്കഊ മഅർറാഖീൻ. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഇവിടെ തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഖാഫ്, സ്വാദ്, റ 3 അക്ഷരങ്ങളാണ്. അതേപോലെ അസ്വലാത്ത, അസ്സക്കാത്ത, റാക്കീൻ ഈ 3 സ്ഥലങ്ങളിലും മദ് അസ്ലിയാണ്. അവിടെ 2 ഹർക്കത്ത് നീട്ടണം. പിന്നെയുള്ളത് മദ് ആരിദു സുക്കൂനാണ്. ഇനി നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്നവരോടൊപ്പം നിങ്ങൾ തലകുനിക്കുകയും ചെയ്യുവിൻ. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വഅഖീമുസ്സലാത്ത നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുവിൻ. വആതുസ്സകാത്ത നിങ്ങൾ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുവിൻ. വർക്കഊ നിങ്ങൾ കുമ്പിടുകയും ചെയ്യുവിൻ. മഅർറാക്കിഈൻ കുമ്പിടുന്നവരോട് കൂടി. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്ക് മനപ്പാഠം ആക്കാൻ നോക്കാം. വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കൂ. ഒന്ന് കാണാതെ നോക്കൂ ആദ്യം. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വർക്കഊ മഅർറാഖീൻ അതഅമുറൂനന്നാസ വർക്കഊ മഅർറാഖീൻ അതഅമുറൂനന്നാസ വർക്കഊ മഅർറാഖീൻ അതഅമുറൂനന്നാസ. ഇതൊന്ന് കാണാതെ പോയി നോക്കൂ. ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. നമുക്ക് ഈ ആയത്തിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വർക്കഊ മഅർറാഖീൻ അതഅമുറൂനന്നാസ. വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വർക്കഊ മഅർറാഖീൻ അതഅമുറൂനന്നാസ. വഅഖീമുസ്സലാത്ത വആതുസ്സകാത്ത വർക്കഊ മഅർറാഖീൻ അതഅമുറൂനന്നാസ. ഇനി ഇതൊന്ന് കാണാതെ പോയി നോക്കൂ.
ഇത് മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. മനസ്സിൽ പതിഞ്ഞിട്ടില്ല എങ്കിൽ മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതണം. ഇത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക മനസ്സിൽ പതിയുന്നതുവരെ. അപ്പോൾ നമ്മൾ ഇന്ന് 42, 43 ആയത്താണ് പഠിച്ചത്. ഇതോടുകൂടി നമ്മൾ അര ഹിസ്ബ്, അതായത് 1/4 ജുസ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അടുത്ത ഭാഗം ആരംഭിക്കുകയാണ്. ഇനി ഇത് ബൈഹാർട്ട് ആക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊന്നുകൂടി ഓർമ്മിപ്പിക്കാം. മനഃപ്പാഠമാക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് അത് മറന്നു പോകാതെ സൂക്ഷിക്കുക എന്നത്. അതിനായി താഴെ പറയുന്ന 4 ഘട്ടങ്ങൾ പതിവാക്കുക. ഒന്നാമത്തേത് മനസ്സിൽ പതിപ്പിക്കുക. ആദ്യം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത്ത് ഖുർആൻ നോക്കി പലതവണ ഓതുക. നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ. ആ സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഒരു ചിത്രം പോലെ മനസ്സിൽ പതിയുന്നതുവരെ ശ്രദ്ധയോടെ നോക്കി ഓതുക. മനസ്സ് പാകപ്പെട്ടാൽ മാത്രമേ പഠനം എളുപ്പമാവൂ. രണ്ടാമത്തേത് ആവർത്തിച്ച് ഉറപ്പിക്കുക. ഒരു ആയത്ത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്തതിലേക്ക് പോകരുത്. ആ ആയത്ത് ചുരുങ്ങിയത് 20 തവണയെങ്കിലും കാണാതെ ആവർത്തിച്ച് ഓതുക. ഇത് ആ ആയത്തിനെ നിങ്ങളുടെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത് സ്വയം തിരുത്തുക. കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച ഭാഗം കാണാതെ ഓതി നോക്കുക. എവിടെയെങ്കിലും തടസ്സമോ തെറ്റോ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഫോണിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം ഖുർആൻ നോക്കി ആ റെക്കോർഡിംഗ് കേട്ട് നോക്കിയാൽ എവിടെയാണ് തെറ്റിയത് എന്ന് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും സാധിക്കും. നാലാമത്തേത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പഠിച്ചുറപ്പിച്ച ഭാഗങ്ങൾ നിങ്ങളുടെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ ഓതാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദീർഘനേരം നിസ്കരിക്കാൻ പറ്റും. കൂടാതെ വെറുതെ ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഈ ആയത്തുകൾ മനസ്സിലോ പുറത്തോ ഓതിക്കൊണ്ടിരിക്കുക. എത്രത്തോളം നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം അത് മറന്നു പോകാതിരിക്കും. പിന്നെ മനഃപ്പാഠമായതിനു ശേഷം ഒരു നല്ല ഖുർആൻ പാരായണത്തിൻ്റെ MP3, മിശാരി അൽഫാസി പോലുള്ള നല്ല കാരിയുടെ MP3 ആവർത്തിച്ച് കേൾക്കുക. അത് മനസ്സിൽ പതിപ്പിച്ചതിന് ശേഷം മാത്രം കേൾക്കുക. ഇതൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട കാര്യങ്ങളാണിത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.